ഹലോ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോഡിയാക് സൈൻ ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ്സ് ആണ്. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് സെറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഇന്നലെ സ്കോർപ്പിയോൺ ഞാൻ റീഡിങ് വിട്ടുപോയി അല്ലേ. സ്പീഡിൽ ചെയ്യുമ്പോൾ മനസ്സിൽ നിന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ വിട്ടുപോകും. അപ്പോൾ അത് അങ്ങനെ പറ്റിയതാണ്. പറയുന്ന കാര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സോഡിയാക് സൈൻ ചാടി അടുത്തതിലോട്ട് പോകും. അപ്പോൾ സോറി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം സ്കോർപ്പിയോണിൻ്റെത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഏരീസിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏരീസ് എന്ന് പറയുമ്പോൾ മേഡം രാശിയാണ്. അപ്പോൾ മേഡം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് സൈക്കിൾ. ഓക്കെ, പാർട്ട് ഓഫ് യുവർ ലൈഫ് സൈക്കിളാണ്. അതെപ്പോഴും ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമല്ല, അത് മാറും. ലൈഫ് സൈക്കിളിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് ഇവിടുത്തെ എനർജി പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനിൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളെ നിങ്ങൾ വീക്ഷിക്കുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നാണ് എനിക്കിവിടുത്തെ എനർജി പറഞ്ഞു തരുന്നത്. ചില കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതി അതൊന്ന് മാറ്റിയാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ്. അതിനൊരു ഡിസിഷൻ എടുക്കാനും പറ്റും എന്നാണ് എനിക്കിവിടുന്ന് മനസ്സിലാവുന്നത്. ഹാങ്ഡ് മാൻ. ഓക്കെ, രണ്ടാമത്തെ എനർജി ഹാങ്ഡ് മാൻ ആണെങ്കിൽ മൂന്നാമത്തത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആരോ നിങ്ങളോട് ഒരു ഇഷ്ടം പറഞ്ഞു വരുന്നുണ്ട്. ഇതെല്ലാ ഏരീസിനും അല്ല. ഓക്കെ, പക്ഷേ ചില ഏരീസുകാർക്ക് ചിലർ പ്രപ്പോസലുമായിട്ട് വരും. പക്ഷെ ശ്രദ്ധിക്കുക, ഇതൊരു നൈറ്റിൻ്റെ എനർജിയാണ്. നൈറ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിയല്ല. ജസ്റ്റ് ഒരു എഫെക്ഷൻ തോന്നി നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ DP കണ്ട് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കാണും. ആ ഒരു രീതിക്ക് നിങ്ങളെടുത്ത് അവരുടെ എനർജി ഷെയർ ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. ട്രസ്റ്റ് ചെയ്യാറായിട്ടില്ല. ബട്ട് ദർ ഈസ് എൻ എനർജി who want to give a proposal to you. ഓക്കെ, അപ്പോൾ അതാണ് ഏരീസുകാരുടെ എനർജി, മേഡം രാശിക്കാർ. അടുത്ത് നമുക്ക് ലിയോടത് നോക്കാം. ലിയോ എന്ന് പറയുമ്പം ചിങ്ങം രാശിയാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസത്തെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ചിങ്ങം രാശിക്കാർക്ക് ചില കാര്യങ്ങൾ അവരിൽ നിന്നും ഹിഡൻ ആയിട്ട് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ചില സീക്രട്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അറിയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. യൂസ് യുവർ ഗട്ട് ഫീലിങ്സ് ഓർ ഇൻറ്റ്യൂഷൻസ് ഉപയോഗിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എനർജി എന്ന് പറയുന്നത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ലിയോക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു വിഷ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നടന്നിരിക്കും. അത് ഓൾറെഡി അത് വിഷ് ഗ്രാൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ അല്ല, പക്ഷെ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന, മനസ്സാലെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് ഗ്രാൻഡ് ചെയ്ത് തരുന്നൊരു ദിവസമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 9 ഓഫ് കപ്സ്. മൂന്നാമത്തത് നിങ്ങൾക്ക് ചില കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട് മനസ്സിൽ. ചില ഈഗോ ക്ലാഷസ് ഉണ്ട്. ചില നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ അങ്ങനെ, വീട്ടിലാണെങ്കിൽ അങ്ങനെ, ഫ്രണ്ട്സുമായിട്ട് എന്തൊക്കെയോ ചില ഈഗോ ക്ലാഷസ് ഉണ്ട്. ഓക്കെ, ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. സജിറ്റാരീസിൻ്റെ എനർജി. സജിറ്റാരീസ് എന്ന് പറയുമ്പോൾ ധനു രാശിയാണ്. അപ്പോൾ ധനു രാശിക്കാരുടെ ഇന്നത്തെ എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ നീതി പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് 11 ഇസ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതിപൂർവമായ ചില കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ,
യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള നീതി നടത്തിത്തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എനർജി നോക്കാം. അടുത്ത എനർജി എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ്. ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് നിങ്ങൾക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ മറ്റൊരു എനർജി വന്നിരിക്കുന്നത്. കണ്ടോ, ഒരാൾ തിരിഞ്ഞു നടക്കുന്നത് കണ്ടോ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിലൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായതായിട്ട് പറയുന്നു. ഇവിടെ ഒരു ഡെവിൾ വന്നിട്ടുണ്ട്, ഒരു ഡെവിളിൻ്റെ എനർജി. ഈ ഡെവിളിൻ്റെ എനർജി വരുമ്പോൾ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, ഇപ്പോൾ നമ്മൾ ടാരോട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടാരോട്ടിൽ പാസ്റ്റ് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പാസ്റ്റ് ജീവിതം ഉണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ഈ ടാരറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ടാരറ്റ്സ് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ടാരറ്റ്സ് ബാഡ് കർമാസ്, ഗുഡ് കർമാസ്, അങ്ങനെ അതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു എനർജിയെ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ടാരറ്റിൻ്റെത്. അപ്പോൾ ആ ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, ചില സമയത്തെല്ലാം നടക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ മുന്നിലെ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാർമിക് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ആ ഒരു സമയം കടന്നു പോകും. ഇവിടെ ഒരു ഡെവിളിൻ്റെ എനർജി കാണുന്നുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ തോന്നി. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ സംഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്സ് ഡെവിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. അങ്ങനെയുള്ളൊരു കാര്യമേ ഇവിടെ ചെയ്യാനുള്ളൂ. എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ഒരു സമയവും നമുക്ക് കടന്ന് പോവും. ഓക്കെ, നമുക്ക് അടുത്ത എർത്ത് സയൻസ് നോക്കാം. എർത്ത് സയൻസിനകത്ത് വരുന്നത് ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ. ടോറസ് എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ടോറസിന് ചില കാര്യങ്ങൾ എൻഡാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ജീവിതത്തിൽ അവസാനിക്കാൻ പോകുന്നു, എൻഡാകാൻ പോകുന്നു. ചില കാര്യങ്ങൾക്ക് റീബർത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ റീബർത്ത് ഉണ്ടാകും, ചില കാര്യങ്ങൾ എൻഡാവും, എന്നിട്ട് റീബർത്ത് ചെയ്യും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഒരു വഴി തിരഞ്ഞെടുക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത്. ഒരു വഴി ഒരു ക്രോസ് റോഡ് കണ്ടോ? ആ ക്രോസ് റോഡിലെത്തിയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ജംഗ്ഷനിൽ നിൽക്കാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ടോറസിൻ്റെ എനർജി എന്ന് പറയുന്നത്. ശരിയാണ്, കണ്ണ് കെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റുന്നില്ല. പക്ഷേ കൈ രണ്ടും ഫ്രീ ആണ്. ആ കൈ ഉപയോഗിച്ച് കണ്ണിലെ കെട്ടഴിച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ളൊരു വഴി തിരഞ്ഞെടുത്ത് പോകാൻ പറ്റും. 5 ഓഫ് കപ്സ്, നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് വളരെയധികം ദുഃഖിതയാണ് ടോറസ്. 5 കപ്പ് ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ അതിലൊരു കപ്പ് എന്ത് ചെയ്തു? കുഴിയിൽ വീണു. ഇനി 4 കപ്പുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കളഞ്ഞു പോയതിനെക്കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. വീണ്ടും 4 കപ്പ് കയ്യിലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കൂ. കളഞ്ഞു പോയ ആ ഒരു കാര്യത്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം വന്നതുപോലെ ഡെത്ത് എന്ന് പറയുന്നത് ഈസ് ആൾവേസ് ഗോയിങ് ടു റീബർത്ത്. ഓക്കെ, കാരണം കഴിയുമ്പോഴത്തേക്കും ജനനമാണ്. അതാണ് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതങ്ങനെ ആണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ഒരു മെത്തേഡ് തന്നെ അങ്ങനെയാണ്, ഒരു പ്രോസസ്സ് തന്നെ അങ്ങനെയാണ്. ദെർ വിൽ ബി ആൻ എൻഡിങ്, ദെർ വിൽ ബി എ സ്റ്റാർട്ടിങ് ആൾസോ, ബിഗിനിങ് ആൾസോ. നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കാം വിർഗോയുടെ എനർജി. വിർഗോ എന്ന് പറയുമ്പോൾ കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ചില പുതിയ സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങും. ചിലപ്പോൾ അതൊരു ജോബായിരിക്കും. പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ കാശ് കിട്ടാൻ ചാൻസ് ഉള്ള ചില പുതിയ കാര്യങ്ങൾ, ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും എന്നുള്ളതാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ,
അടുത്തത് അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ചില ഓപ്പണിങ്സ്, ചില ബിഗിനിങ്സ്, ചില ജോബ് റിലേറ്റഡ് ആയിട്ട്, മണി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നാണ് ഇവിടെ എനർജി പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആരെങ്കിലെ കുറിച്ചൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരു അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അവരുമായിട്ട് ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ അവരിപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നിങ്ങളിപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമാണ് ഇവിടെ. നിങ്ങളവരെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തും മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്തുമെല്ലാം അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഒരു എനർജി കിട്ടിയിരിക്കുന്നത് വിർഗോക്കാർ. ഓക്കെ, അടുത്ത നമ്മുടെ കാപ്രിക്കോണിൻ്റെ എനർജി നോക്കാം. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസത്തെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസം എനർജി എന്ന് പറയുന്നത് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു കാര്യം, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ ചില കാര്യങ്ങളിലോട്ട് റൂട്ട് മാറി ചിന്തകൾ പോകുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ടയേർഡായതുകൊണ്ടായിരിക്കാം. യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, പക്ഷെ നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ലഭിക്കും, ആ ഒരു നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കുറച്ചും കൂടെ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഓക്കെ, 9 കഴിഞ്ഞിട്ട് അടുത്തത് 10 ആണ്. അടുത്തെത്താറായി, കുറച്ചും കൂടെ ഉള്ളൂ. നിങ്ങൾ ഒന്നുകൂടി അങ്ങ് ശ്രമിക്കൂ, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം പ്രാപിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് വിർഗോക്കാർ, അല്ല കാപ്രിക്കോൺകാർ. അതിനുശേഷം കിട്ടിയത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ഉടനടി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഞാൻ പോരാ എന്നുള്ളൊരു ചിന്ത, അതങ്ങ് മാറ്റിവെക്കൂ. ഓക്കെ, ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, നെഗറ്റീവ്സ്, പോസിറ്റീവ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പോരാ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ പെർഫെക്റ്റ് ആണ്, അവർക്ക് എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ട് അങ്ങനെയാണ് എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, നമുക്കും അവർക്കും എല്ലാം, നമ്മളും അവരും എല്ലാം മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും എന്തുണ്ട്, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് തന്നെ എനിക്ക് കുറേ പോരായ്മകളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളതിങ്ങനെ എടുത്തെടുത്ത് നമ്മളോട് തന്നെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മളത് മാറ്റിവെക്കുക. നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുമ്പോൾ ഈ കാര്യം കുറഞ്ഞു വരും. ഓക്കെ, 8 ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ സ്വയമായിട്ട് നെഗറ്റീവ് പറയുന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് കാപ്രിക്കോണിൻ്റെ എനർജി. നമുക്ക് അടുത്തത് ജെമിനൈൻ, ലിബ്ര ആൻഡ് അക്വേറിയസ് നോക്കാം. ജെമിനൈൻ്റെ എനർജി എന്ന് പറയുന്നത്, മിഥുനം രാശിക്കാരുടെ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചിന്തകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചിന്തകളാണ്. ജെമിനൈൻകാർ അങ്ങനെയാണല്ലേ, ബേസിക്കലി നമ്മൾ ഓവർ തിങ്കേഴ്സാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് പല രീതിയിലും ചിന്തിക്കും, പല ആംഗിളിൽ നിന്നും ചിന്തിക്കും. അങ്ങനെയുള്ളൊരു എനർജിയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ദിവസം മുന്നിട്ട് നിൽക്കുന്നത്. വീണ്ടും ഇവിടെ ചിന്തയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ആരോടോ അത് ഒരു ഇഷ്ടമുണ്ട്, അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് അത് തുറന്നു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. നല്ല മെച്യൂർ ആയിട്ടുള്ളൊരു സ്നേഹമാണ്. പക്ഷേ നിങ്ങൾ ഇമോഷൻസ് എല്ലാം അടക്കി വെച്ചിട്ട് നിങ്ങളുടെ മറ്റൊരു മുഖമാണ് അവരെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല, ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മനസ്സിനകത്ത് കൊടുങ്കാറ്റാണ്, പക്ഷെ മുഖം ചുറ്റും കൊടുങ്കാറ്റാണ്, പക്ഷെ മുഖം നല്ല കാമായിട്ട് നല്ല പ്ലസൻ്റായിട്ട് ഇരിപ്പുണ്ട്. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും യു ആർ കണക്റ്റഡ് ടു ഡിവൈൻ എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ബി കാം.
ഓക്കെ, നിങ്ങൾക്ക് കാമായിട്ടിരിക്കാം ബിക്കോസ് യു ആർ കണക്റ്റഡ് ടു ഡിവൈൻ. മൂന്നാമത്തത് 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ ജെമിനിക്കാർ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം സ്വന്തമായിട്ട് സന്തോഷിക്കണം. അതുപോലെ പെറ്റ്സിനെയൊക്കെ വളർത്തണം. ഒരു പെറ്റിനെയൊക്കെ കിട്ടുകയാണെങ്കിൽ വളർത്തണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ ചിലവഴിക്കുക. സ്വന്തമായിട്ട് നർച്ചറിങ് ചെയ്യുക. സ്വന്തമായിട്ട് കുറച്ച് മീ ടൈമൊക്കെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവുകയോ ഒന്ന് എക്സസൈസ് ചെയ്യുകയോ നല്ല ഫുഡ് കഴിക്കുകയോ ഒരു സിനിമ കാണുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ജെമിനൈൻ്റെ എനർജി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് വരുന്നത് ലിബ്രയുടെ എനർജിയാണ്. ലിബ്ര എന്ന് പറയുമ്പോൾ തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഇന്നത്തെ എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, തുലാം രാശിക്കാരുടെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ദ സൺ എനർജിയാണ്. വളരെ പ്രസൻ്റായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു എനർജിയാണ്. ഇപ്പം നിങ്ങൾ രാവിലെ തുലാം രാശിക്കാർ വിചാരിച്ചിരിക്കുകയാണ്, കാർഡിൽ ഭയങ്കര ബ്രൈറ്റായിട്ടൊക്കെ വന്നു, പക്ഷെ നമുക്കിവിടെ ഭയങ്കര സങ്കടമാണല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പതുക്കെ ആ ഒരു മൂഡ് മാറ്റാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ മനസ്സിലാലോചിച്ചിട്ട് നിങ്ങൾ ആ ഒരു മൂഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു എനർജിയാണ്. ഈ എനർജിയിലോട്ട് ഷിഫ്റ്റ് ആവാൻ നോക്കുക. ഓക്കെ, എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മനഃപൂർവ്വം ആ ഒരു പ്ലസൻറ്റിലോട്ട് ഒരു ബ്രൈറ്റർ സൈഡിലോട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദ സണ്ണിൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. ലിബ്രയ്ക്ക് അടുത്ത എനർജി എന്ന് പറയുന്നത് കുറച്ച് ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു കാര്യം ഇവിടെ മണക്കുന്നുണ്ട്. 7 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചുറ്റും പ്ലസൻ്റായിട്ട് ബ്രൈറ്റായിട്ട് ഇരിക്കുന്നതോടൊപ്പം ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ, ഓരോ കാര്യവും ശ്രദ്ധിക്കുക. ഓക്കെ, 7 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അടുത്തത് ലിബ്രാക്കാർക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ചീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഇമോഷണൽ ചീറ്റിംഗ് ആയിരിക്കും. എന്തോ ഒരു കാര്യം മണക്കുന്നുണ്ട്. ഇവിടെ കോൺഫ്ലിക്ട്സ് ആണ്. 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കോൺഫ്ലിക്ട്സ്, ഈഗോ ക്ലാഷസ്, തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരവസ്ഥ. ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തായിരിക്കും. എന്തൊക്കെയോ കാര്യങ്ങൾ തമ്മിൽ ക്ലാഷസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയിട്ട് ഒരു പ്ലസൻറ്റ് മൂഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുക. അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് അക്വാരിയസിൻ്റെ എനർജിയാണ്. അക്വാരിയസ് എന്ന് പറയുമ്പോൾ കുംഭം രാശിയാണ്. അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഒരു ടവർ വന്നിട്ടുണ്ട്. ടവർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ടവറാണെന്ന് തോന്നുന്നു എനിക്ക്. ടവർ എന്തായാലും വന്നിട്ടുണ്ട്. ടവർ വരുമ്പോൾ നോർമലി അല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അവസ്ഥയിൽ ചെറിയൊരു ടവർ, ആ ഒരു കടമ്പ നിങ്ങൾ താണ്ടി തന്നെ പോകണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, ഒരു ടവർ വന്നിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ടവറായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ ഒരു തടസ്സം വന്നിട്ടുണ്ട്. തടസ്സം എപ്പോഴായിരുന്നാലും എങ്ങനെ ആയിരുന്നാലും അതൊരു തടസ്സം തന്നെയാണ്. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പല്ലി, ഓക്കെ, ആ പല്ലി ഒരു തടസ്സമാണ്. ആ പല്ലി നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വഴിയിൽ നിന്ന് മാറുന്നില്ല. നമുക്ക് പല്ലിനെ ചവിട്ടാൻ പറ്റുമോ? ചവിട്ടാൻ പറ്റില്ല. അത് ഓടിച്ചിട്ട് പോകുന്നില്ല. അതൊരു ചെറിയ തടസ്സം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പല്ലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. എനിക്കിന്ന് രാവിലെ പറ്റിയൊരു കാര്യമാണ്. ഒരു വിധത്തിൽ അത് ഫ്രണ്ടിൽ നിന്ന് പോകുന്നില്ല, അത് മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നു. ഞാൻ പിന്നെ അവസാനം അതിന് വേറൊരാളെ വിളിച്ച് ഹെൽപ്പ് ചെയ്ത് ആളൊരു ചൂലെടുത്തുകൊണ്ട് വന്ന് ആളതിനെ പേടിപ്പിച്ച് ഓടിച്ചിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ അതൊരു തടസ്സം തന്നെയാണ്. തടസ്സം നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരു തടസ്സം ഇവിടെ കാണുന്നുണ്ട് അക്വേറിയസുകാർക്ക്. അക്വേറിയസിൻ്റെ അടുത്ത എനർജി നമുക്കൊന്ന് നോക്കാം. ജഡ്ജ്മെൻറ്റ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു അനലൈസ് ചെയ്തിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ശരിയും തെറ്റും എല്ലാം വേർതിരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് എല്ലാവരും വിചാരിക്കും ജഡ്ജ്മെൻറ്റ് അവസാനം മരിച്ചതിന് ശേഷമാണ് ജഡ്ജ്മെൻറ്റ്. അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ജഡ്ജ്മെൻ്റ് എല്ലാം നേരിടേണ്ടി വരും. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അടുത്ത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എംപറസിൻ്റെ എനർജിയാണ്. ചിലർക്ക് ഒരു പ്രഗ്നൻസിയുടെ ഒരു കാര്യം കാണുന്നുണ്ട്. ചിലർ പ്രഗ്നൻസി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചില എനർജീസ് കാണുന്നുണ്ട്. അല്ലാത്തുള്ളവർ ചുറ്റുമുള്ള ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കാണുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നർച്ചറിങ് ചെയ്യേണ്ട ഒരു സമയമാണിത് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് നർച്ചറാവാൻ നോക്കൂ. ഓക്കെ, സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്ന് നർച്ചറിങ് സെൽഫ് കെയർ ഒക്കെ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഓക്കെ, അതാണ് അക്വേറിയസിൻ്റെ എനർജി. അടുത്ത് നമുക്ക് വാട്ടർ സയൻസ് ആയ ക്യാൻസർ, സ്കോർപിയോ ആൻഡ് പൈസിസിൻ്റെ എനർജി നോക്കാം. ക്യാൻസറിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കർക്കടകം രാശിയാണ്. കർക്കടകം രാശിക്കാരുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ചില കാര്യങ്ങൾ അവരെ അന്വേഷിച്ച് വളരെ വേഗത്തിൽ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു മെയിലായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നതുമായിരിക്കാം. ഓക്കെ, വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ നാട്ടിൽ പോകുന്നതായിരിക്കാം, ചില ആൾക്കാർ നാട്ടിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, ഫ്ലൈറ്റിലാണ്, പക്ഷെ ആകാശത്തൂടെയാണ്. ഇനി ഇത് സെയിം വീണ്ടും ഉടനടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, നമുക്കടുത്ത മൂന്നാമത്തെ എനർജി നോക്കാം. മൂന്നാമത്തത് വീലാണ്. ഇപ്പം എന്ത് കാര്യങ്ങൾ നടന്നാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് സൈക്കിൾ. നിങ്ങളുടെ ലൈഫ് എന്തൊക്കെ ചീത്ത നടന്നാലും നല്ലത് നടന്നാലും എന്തായിരുന്നാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ് സൈക്കിൾ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ കുറച്ചും കൂടെ ബോൾഡായിട്ട്, കുറച്ചും കൂടെ മെച്യൂർഡായിട്ട്, കുറച്ചും കൂടെ മനസ്സിന് കട്ടിയുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും നേരിടാൻ പ്രാപ്തനാക്കുന്ന ഒരു ആളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വീലെപ്പോഴും മുകളിലോട്ടാണ്, താഴോട്ടല്ല ഇതിൻ്റെ വീല്, അതായത് ടാരറ്റിലെ വീല്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എനർജി. അടുത്ത് നമുക്ക് സ്കോർപിയോടെ നോക്കാം. ഓക്കെ, സ്കോർപിയോടെ അല്ലേ ഇന്നലെ ഞാൻ വിട്ടുപോയത്. സ്കോർപിയോയുടെ എനർജി നമുക്ക് നോക്കാം. സോറി. സ്കോർപിയോയ്ക്ക് പേജ് ഓഫ് സോഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഒരാളുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ ഓർ ഷീ ഈസ് ഫ്രം ദ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ കൂടെ വന്ന ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾ. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമിന് പഠിക്കുന്ന ആളായിരിക്കും. എന്തോ ഒരു കാര്യം വളരെ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല ലൈഫിനെയും വർക്കിനെയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അടുത്ത എനർജി നോക്കാം. സ്കോർപിയോൺകാരുടെ മൊത്തത്തിലൊരു ഒരു പോസിറ്റീവ് വൈബാണ്. പക്ഷെ കുറച്ച് തിരക്കുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത വീല്. ഇപ്പം നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും അതെല്ലാം പാർട്ട് ഓഫ് യുവർ ലൈഫാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദീസ് തിങ്സ്, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ ബോൾഡും മെച്ചറുമായിട്ടുള്ള ഒരാളാക്കി മാറ്റും. ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ കൂടെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരാണോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ അവരുടെ കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റില്ല എന്നല്ല, പക്ഷേ ഒരുപാട് സമയമെടുക്കും അത്. അപ്പോൾ ആരുടെയെങ്കിലും കൂടെ ചേർന്നിട്ട് ചില കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 3 ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഇന്നലെ എടുക്കാത്തത് കൊണ്ട് ഞാൻ ഇന്നൊരു എക്സ്ട്രാ ഒരു കാർഡും കൂടെ എടുക്കാം സ്കോർപിയോൺകാർക്ക്. ജസ്റ്റ് ഒരു ഇതായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എംപ്രസിൻ്റെ എനർജിയാണ്. എംപ്രസ് പറയുന്നതെന്ന് വെച്ചാൽ നറിഷ് യുവർ സെൽഫ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ പ്രഗ്നൻസി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണോ ചിലപ്പോൾ എല്ലാവർക്കും അതൊരു 1000-ൽ ഒരാൾക്ക് മാത്രമേ ആ ഒരു കാര്യം റിലേറ്റ് ആവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നറിഷ് ചെയ്യുക, സ്വന്തമായിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുക. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. നമുക്ക് നോക്കാം എന്താണ് പറ്റുന്നതെന്ന്. ഓക്കെ, ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് പൈസിസിൻ്റെതാണ്. പൈസിസ് എന്ന് പറയുമ്പോൾ മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ആദ്യം വന്ന എനർജി എന്ന് പറയുന്നത് മജീഷ്യൻ്റെ എനർജിയാണ്. രണ്ടാമത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മൂന്നാമത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 7 ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നു. മജീഷ്യൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പ്രവർത്തിക്കാൻ ആരംഭിക്കൂ എന്നാണ്. ഇപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിക്കൂ, ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട്. ആരുടെയും ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും ഒരു യെസ്സിന് വേണ്ടിയിട്ടോ ഒന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ട. സ്റ്റാർട്ട് നൗ ഇറ്റ് സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വഴികളൊക്കെ നിങ്ങൾ ആലോചിച്ച് ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തന്നെയാണ്, അതിനൊരു ശുഭ എൻഡിങ് ആയിരിക്കും. അതിന് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, സ്റ്റാർട്ട് ചെയ്തോളൂ. ഇറ്റ് വിൽ ബി എ ഹാപ്പി എൻഡിങ്. പിന്നെ ഇതിനിടയ്ക്ക് ചില ചീറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എന്തൊരു കാര്യം വരുമ്പോഴും നമുക്കൊരു ചീറ്റിംഗ് എവിടെ കൂടെയെങ്കിലൊക്കെ കിട്ടും. എമോഷണൽ ചീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽ ചീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഉള്ളതൊരു മജീഷ്യൻ്റെ എനർജിയാണ്. യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഡോണ്ട് വെയിറ്റ് ഫോർ എനി വൺ ടു സേ യെസ്. നിങ്ങൾ ചെയ്തോളൂ എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. യു ക്യാൻ സ്റ്റാർട്ട് നൗ ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്ത് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എനർജി റീഡിങ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ, ടേക്ക് കെയർ.